16ാം ലോക്സഭയുടെ പാർലമെന്റിലെ അവസാന ദിനം ഇന്ന് റഫേൽ കരാറിനെക്കുറിച്ചുള്ള CAG റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കും. റഫേലിൽ ഭരണപ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിലോട്ട് പോയതുമില്ലെങ്കിൽ ബജറ്റ് ചർച്ച ഇന്ന് പൂർത്തിയാക്കും. रिपोर्ट ऑफ द कमिटी चाहते हैं जिससे आने वाले समय में तरक्की न करे। गुजरात उत्तर प्रदेश सरकार ने भी ये व्यवस्था लागू कर दी है। There is a revised education code. ഹിന്ദി ഹൃദയഭൂമിയായ മധ്യപ്രദേശിൽ അംഗം മുറുക്കി കോൺഗ്രസും ബിജെപിയും. 15 വർഷത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ ക്ഷീണം തീർക്കാൻ ശിവരാജ് സിംഗ് ചൌഹാനും RSSും നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഹിന്ദു വർഗീയ കാർഡ് ഇറക്കിയാണ് കോൺഗ്രസിന്റെ കളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റെങ്കിലും മധ്യപ്രദേശിൽ ബിജെപി പ്രതീക്ഷിക്കുമ്പോൾ 25 സീറ്റിന്റെ കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയതു മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള കണക്കുകൂട്ടലാണ് കോൺഗ്രസ്. ഭരണ തീരുമാനങ്ങളെല്ലാം സംസ്ഥാനത്തെ 29 ലോക്സഭാ സീറ്റിലെ വിജയം മുന്നിൽ കണ്ടു മാത്രം. 2014 29 സീറ്റിൽ 27 പിടിച്ചെടുത്ത് BJP വൻ വിജയം ആഘോഷിച്ചു. വെറും 2 സീറ്റിലൊതുങ്ങി മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ്. എന്നാൽ 2018 ഡിസംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ BJP വിജയിച്ച 27 ലോക്സഭാ സീറ്റ് ഉൾക്കൊള്ളുന്ന നിയമസഭാ സീറ്റുകളുടെ പകുതിയും കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപ്രകാരം BJPക്ക് കൈവശമുള്ള 10 സീറ്റിൽ സംഘപരിവാർ ഭൂരിപക്ഷം കുറഞ്ഞു. 17 സീറ്റ് നിലനിർത്തും. പക്ഷെ കോൺഗ്രസ് ആകട്ടെ 2 ലോക്സഭാ സീറ്റ് 10ആയി ഉയർത്തിയേക്കും. 25 സീറ്റെങ്കിലും പിടിച്ചെടുക്കുമെന്ന കണക്കുകൂട്ടലാണ് ഹൈക്കമാൻഡ്. 2014 ലഭിച്ച 35.35% വോട്ട് ഷെയർ 5% വർദ്ധിപ്പിച്ച് 41%ആയി 4 വർഷത്തിനു ശേഷം ഉയർത്താൻ കഴിഞ്ഞതും ഹൈക്കമാൻഡിന് പ്രതീക്ഷ നൽകുന്നു. ഭരണമേറ്റയുടൻ മുഖ്യമന്ത്രി കമൽനാഥ് 2 ലക്ഷം വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളിയതും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പുതുക്കിയതും വോട്ടർമാരെ ആകർഷിക്കാനുള്ള നീക്കമായി. അതേസമയം 80%-ലേറെ വരുന്ന ഹിന്ദു വോട്ടർമാരെ കയ്യിലെടുക്കാൻ വർഗീയ രാഷ്ട്രീയം കോൺഗ്രസ് കളിക്കുന്നത് വിമർശിക്കപ്പെടുന്നു. പശു കശാപ്പുകാർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുത്തതും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കാളേറെ ഗോശാലകൾക്കായി തുക വകയിരുത്തുന്നതും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നു. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ശിവരാജ് സിംഗിനുള്ള ജനപ്രീതി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഗുണകരമാകുമെന്നാണ് RSS ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മോദിക്ക് അനഭിമതനായ ചൌഹാൻ ദില്ലിയിലെത്തുന്നത് അമിത്ഷയ്ക്കും താൽപര്യമില്ല. മോദി ചൌഹാൻ പടലപ്പിണക്കം മധ്യപ്രദേശിലെ പ്രചാരണങ്ങളെ ബാധിക്കുന്നു. എന്നാൽ ജ്യോതിരാജ്യ സിന്ധ്യയാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട്. കമൽനാഥുമായുള്ള സിന്ധ്യയ്ക്കുള്ള വിയോജിപ്പ് കോൺഗ്രസിനും തലവേദനയാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി AAPയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ഇന്ന് പ്രതിപക്ഷ റാലി. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ റാലിക്ക് പിന്തുണയുമായി എത്തും. റാലിയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് സംബന്ധിച്ച് സ്ഥിരീകരണമായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഒരിക്കൽ കൂടി പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് വേദിയൊരുങ്ങുന്നത്. സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുക, രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ആം ആദ്മി പാർട്ടിയാണ് റാലി സംഘടിപ്പിക്കുന്നത്. TMC അധ്യക്ഷ മമതാ ബാനർജി, TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു അടക്കം 19 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എത്തുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കുന്നത്. റാലിയിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. കോൺഗ്രസ് നേതൃത്വത്തിലല്ലാതെ പ്രതിപക്ഷത്ത് ഉരുത്തിരിയുന്ന വിശാല സഖ്യങ്ങളോട് സൂക്ഷ്മതയോടെയാണ് കോൺഗ്രസ് പ്രതികരണം. അതേസമയം പാർട്ടിയിൽ നിന്നകലുന്ന ദളിത് വോട്ടുകൾ ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് BJP ദളിത് വോട്ടർമാരേറെയുള്ള ദില്ലിയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ന് കിച്ചടി വിളമ്പും. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള LDF ജാഥ നാളെ ആരംഭിക്കും. തെക്കൻ കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വടക്കൻ കേരള ജാഥയ്ക്ക് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നേതൃത്വം നൽകും. തിരുവനന്തപുരത്ത് നിന്നും മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കുന്ന ജാഥ മാർച്ച് 2-ന് തൃശൂരിൽ സമാപിക്കും. BJP സർക്കാരിനെ പുറത്താക്കി രാജ്യത്തെ രക്ഷിക്കുക, രാജ്യത്ത് വികസനവും സമാധാനവും സാമൂഹ്യ പുരോഗതിയും കൊണ്ടുവരിക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കേരള സംരക്ഷണയാത്ര എന്ന പേരിൽ സംസ്ഥാനത്ത് ജാഥ നടത്താൻ LDF തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 14 തിരുവനന്തപുരത്ത് വെച്ചും ഫെബ്രുവരി 16 മഞ്ചേശ്വരത്ത് വെച്ചും ജാഥകൾ ആരംഭിച്ച മാർച്ച് 2-ന് തൃശൂരിൽ സമാപിക്കും.
നാളെ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നേതൃത്വം നൽകും. തിരുവനന്തപുരത്ത് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും മഞ്ചേശ്വരത്ത് CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ജാഥ ഉദ്ഘാടനം ചെയ്യും. 2 ജാഥകളും മാർച്ച് 2-ന് വമ്പിച്ച റാലിയോടുകൂടി തൃശൂരിൽ സമാപിക്കും. സമാപന റാലിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളെ അധികാരത്തിന് പുറത്തു നിർത്താൻ CPIM പ്രതിജ്ഞാബദ്ധമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 2004-ൽ സ്വീകരിച്ച മാതൃക 2019-ലും CPIM സ്വീകരിക്കും. BJPയെ പരാജയപ്പെടുത്തുക, മതേതര സർക്കാരിനെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിക്കുക, ഇടതുപക്ഷത്തിന്റെ കരുത്ത് പാർലമെന്റിൽ വർദ്ധിപ്പിക്കുക, ഇതാണ് CPIMന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഭരണഘടന തിരുത്താൻ ശ്രമിക്കുന്നവർ അധികാരത്തിലിരിക്കുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ആദ്യം ഈ സർക്കാരിനെ പുറത്താക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. We extended our support to the UPA in order to keep the governmental forces away from government. So that has been our commitment, and that is what we have decided even this time and for the 2019 elections. We've taken 3 objectives, that is, defeat the BJP and its allies, strengthen the left in parliament, 3, ensure the establishment of an alternative secular government at the center. So this is our Central Committee's commitment. BJPക്ക് ബദൽ കോൺഗ്രസ് അല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSSനെ നേരിടാൻ മൃദു RSS ആവുക എന്നതാണ് കോൺഗ്രസ് നിലപാട്. കേന്ദ്രത്തിൽ അടിയുറച്ച മതേതര സർക്കാർ വരണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തിപ്പെടണമെന്നും കോടിയേരി പറഞ്ഞു. നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയാൽ തകരുന്ന പാർട്ടിയല്ല CPIM എന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. വർഗീയതയുടെയും സാമ്പത്തിക നയങ്ങളുടെയും കാര്യത്തിൽ ഒരേ നിലപാടുള്ള പാർട്ടിയാണ് BJPയും കോൺഗ്രസുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. RSSനെ നേരിടാൻ മൃദു RSS ആവുക എന്നതാണ് കോൺഗ്രസ് നിലപാട്. കേന്ദ്രത്തിൽ BJPക്ക് ബദലായി ഉറച്ച മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതിന് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തിപ്പെടണം. ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിൽ വിറളിപ്പുണ്ട കോൺഗ്രസും BJPയും പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നും കോടിയേരി പറഞ്ഞു. P. ജയരാജനെയും TV രാജേഷിനെയും CBI ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കിയത് കോൺഗ്രസും BJPയും ചേർന്നുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. ഇത് CPM അക്രമമെന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ വിദ്യയാണ് ഇപ്പോൾ ഈ ചാർജ് ഷീറ്റ് തട്ടിക്കൂട്ടി കോടതിയിൽ സമർപ്പിച്ചതിന്റെ പിറകിലുള്ളത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ CBIയെ UDF ഉപയോഗിക്കുകയാണ്. ഇത് BJPയും UDFും ചേർന്ന് നടത്തുന്ന ഒരു കള്ളക്കളിയുടെ ഭാഗമാണ്. ഈ കേസിൽ 2 സഖാക്കളെ ഉൾപ്പെടുത്തിയത് UDFനെ തൃപ്തിപ്പെടുത്താനാണ്. UDFും BJPയും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ അന്തർനാടകമാണ് ഇപ്പോൾ ഈ കേസിൽ 2 നേതാക്കന്മാരെ കൊലക്കുറ്റം ആരോപിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. CPIMനെ കൊലപാതക പാർട്ടിയായി ചിത്രീകരിക്കാനാണ് ശ്രമം. എന്നാൽ അക്രമത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത പാർട്ടിയാണ് CPIM എന്ന് ജനങ്ങൾക്ക് അറിയാം. നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയാൽ തകരുന്ന പാർട്ടിയല്ല CPIM. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതു തരംഗം ഉണ്ടാകുമെന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധ്യകേരളത്തിൽ ഇത്തവണ ഇരു മുന്നണികൾക്കും ഒരുപോലെ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം. 1957-ൽ മണ്ഡലം രൂപീകൃതമായതു മുതൽ കൂടുതൽ തവണയും UDFനെ പിന്തുണച്ച മണ്ഡലമാണെങ്കിലും രാഷ്ട്രീയ കാറ്റ് മാറി വീശിയപ്പോഴൊക്കെ ഇടത് പ്രതിനിധികളും എറണാകുളത്ത് നിന്ന് പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടത് മുന്നണിക്ക് അനുകൂലമായ ഈ മാറ്റം പ്രകടമാണ്. പറവൂർ, വൈപ്പിൻ, തൃപ്പൂണിത്തറ, കളമശ്ശേരി, കൊച്ചി, എറണാകുളം, തൃക്കാക്കര എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ 2 തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായിരുന്ന KV തോമസിനായിരുന്നു വിജയം. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഇക്കുറി ഹാട്രിക് വിജയം നേടാനാകുമെന്ന് പ്രതീക്ഷിച്ചാണ് UDF കളത്തിലിറങ്ങുന്നത്. എന്നാൽ UDFന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFന്റെ മുന്നേറ്റം ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം
ഇത്തവണ മാറിമറിയുമെന്ന് നിരീക്ഷകർ ഉറപ്പിക്കുന്നത്. കണക്കുകൾ മുൻനിർത്തിയാണ് ഈ നിരീക്ഷണം. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മണ്ഡലങ്ങളിലും UDF-നായിരുന്നു ഭൂരിപക്ഷം. എന്നാൽ പിന്നീട് 2 വർഷത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും LDF-ന് വോട്ടുകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിക്കാനായി. മാത്രമല്ല വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ എന്നിവിടങ്ങളിൽ വൻ ഭൂരിപക്ഷത്തിന് LDF വിജയിക്കുകയും ചെയ്തു. 2015 നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും LDF-നായിരുന്നു മുൻതൂക്കം. ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 25 പഞ്ചായത്തുകളിൽ 14ഇടത്ത് ഇടതുമുന്നണി അധികാരത്തിലേറി. കൂടാതെ മണ്ഡലത്തിലെ 6 നഗരസഭകളിൽ 3ഇടത്ത് LDF ഭരണം പിടിച്ചു. ഒരിടത്ത് ഒപ്പത്തിനൊപ്പവുമാണ്. UDF ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിലാകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ 10 സീറ്റുകൾ അധികം നേടി LDF മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നതിന്റെ സൂചനയായാണ് LDF ഈ വിജയങ്ങളെ കാണുന്നത്. അതിനാൽ ഇത്തവണ വിജയമുറപ്പിച്ചാണ് LDF അങ്കത്തട്ടിലിറങ്ങുന്നത്. 1967 വി വിശ്വനാഥ മേനോൻ CPM-ന്റെ തന്നെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ 3 പ്രാവശ്യം LDF സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിട്ടുള്ളതാണ്. നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തീർച്ചയായും LDF-ന് മത്സരിക്കാവുന്നതും ജയിക്കാവുന്നതുമായ ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം എന്ന് ഈ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാണ്. രാഷ്ട്രീയ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച മണ്ഡലമാണ് എറണാകുളം എന്നതാണ് UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പാർലമെന്റ് മണ്ഡലത്തിലെ ഭൂരിഭാഗം അസംബ്ലി മണ്ഡലങ്ങളിലും മേൽക്കൈയുണ്ട് എന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും UDF-ന് വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷ നിലനിർത്തുന്നു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും സിറ്റിംഗ് MP KV തോമസിന് തന്നെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻതൂക്കം. UDF-ന്റെ ഉറച്ച മണ്ഡലമാണ് എറണാകുളം എന്ന പേര് ഇത്തവണ പൊളിച്ചെഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. എന്നാൽ ആ പേര് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് UDF. അതിനാൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരായിരുന്നാലും ഇത്തവണ മത്സരം പൊടിപാറുമെന്ന് ഉറപ്പാണ്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയോടുള്ള കേന്ദ്ര അവഗണനയിലും കൊല്ലം, ആലപ്പുഴ, മാവേലിക്കര MPമാരുടെ നിഷ്ക്രിയത്വത്തിലും പ്രതിഷേധിച്ച DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഫ്ലെക്സ് ബോർഡിലും പോസ്റ്ററിലും വ്യാജ അവകാശവാദങ്ങൾ നിരത്തി വോട്ട് തട്ടാനുള്ള സ്ഥലം MPയുടെ ശ്രമങ്ങൾ കൊല്ലത്തെ ജനം തിരിച്ചറിയുമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തോടും പ്രത്യേകിച്ച് കൊല്ലത്തോടും റെയിൽവേ കടുത്ത അവഗണന തുടരുന്ന പശ്ചാത്തലത്തിലാണ് DYFI മാർച്ച് നടത്തി പ്രതിഷേധിച്ചത്. കൊല്ലം താമ്പരം എക്സ്പ്രസിൽ അമിത നിരക്ക് ഏർപ്പെടുത്തി റെയിൽവേ യാത്രക്കാരെ ദ്രോഹിക്കുന്നു. റെയിൽവേയുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ കൂടുതൽ ശക്തമായ പ്രക്ഷോഭം ഉയരുമെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഫ്ലക്സ് ബോർഡിലും പോസ്റ്ററിലും വ്യാജ അവകാശവാദങ്ങൾ നിരത്തി വോട്ട് തട്ടാനുള്ള സ്ഥലം MPയുടെ ശ്രമങ്ങൾ കൊല്ലത്തെ ജനം തിരിച്ചറിയുമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. നാഗൂർ എന്ന് പറഞ്ഞാൽ വേളാങ്കണ്ണി നാഗൂർ എടുത്തെടുത്താണ്. പണ്ട് ദിവസം ഉണ്ടാവുന്ന ട്രെയിൻ ആഴ്ചയിൽ ഒരിക്കലാക്കിയത് അതിന് 1 ലക്ഷം രൂപയുടെ പോസ്റ്റ് അടിച്ചൊട്ടിക്കുക. നല്ല കാര്യം, പൊട്ടിച്ചോട്ടെ, പൈസ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കട്ടെ. പക്ഷെ എല്ലാ ദിവസവും ഉണ്ടാകുന്ന വണ്ടി ആഴ്ചയിൽ ഒരിക്കലാക്കിയതിന് പോസ്റ്റ് അടിച്ചൊട്ടിക്കണം. ആ വണ്ടിയോ വേളാങ്കണ്ണി വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് വേളാങ്കണ്ണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വണ്ടിയല്ല. റെയിൽവേക്കാരുടെ ടെക്നിക്കൽ കാര്യം പറയുന്നത്. അപ്പൊ റെയിൽവേയുടെ വണ്ടി ഓടി വന്ന് റേക്ക് കാലി കിടക്കുമ്പോൾ ഓടിക്കാൻ വിടുന്നതാണ് ഈ താമ്പരം ഇതും. അപ്പൊ വേളാങ്കണ്ണിക്ക് അടുത്ത് വന്നൊരു വണ്ടി കിടക്കും, അത് ഇങ്ങോട്ട് വിടും. എന്നിട്ട് ഇവിടുന്ന് ചൊവ്വാഴ്ച ഇങ്ങോട്ട് വന്നാൽ ബുധനാഴ്ച അങ്ങോട്ട് പോകും. നേരത്തെ ഞാൻ പറഞ്ഞ ചൊവ്വാഴ്ച ഇങ്ങോട്ട് വന്നാൽ ബുധനാഴ്ച അങ്ങോട്ട് പോകും. ഇവിടുന്ന് ബുധനാഴ്ച കയറി വേളാങ്കണ്ണി പോകാൻ വരുന്ന ആള് അവിടെ ചെന്ന് വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ചിട്ട് അതുപോലെ നാഗൂർ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാനാണല്ലോ പോകുന്നത്. പോകുമ്പോൾ പറഞ്ഞു അന്ന് അടുത്ത ദിവസം അന്ന് തന്നെ വണ്ടിയില്ലെന്ന്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് റൈക്ക് വരത്തുള്ളൂ. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുകുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി SR അരുൺ ബാബു, CA2 ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G ഗോപിലാൽ, അനിത, PK സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഗ്രീൻകോ സാമ്പത്തിക ക്രമക്കേട് കേസിൽ 1-ാം പ്രതിയായ MK രാഘവൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് CPIM. വ്യാജരേഖ ചമയ്ക്കൽ, അഴിമതി, വഞ്ചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് MPക്ക് മേൽ ചുമത്തിയതെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞു. MK രാഘവൻ ചെയർമാനായി പ്രവർത്തിച്ച കണ്ണൂർ ആസ്ഥാനമായ സഹകരണ സംഘത്തിന് 77 കോടി രൂപ ബാധ്യതയുണ്ടാക്കിയെന്നതാണ് കേസ്. 77 കോടിയോളം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കേസിലാണ് കോഴിക്കോട് പാർലമെന്റ് അംഗം MK രാഘവനെ കണ്ണൂർ ടൗൺ പോലീസ് പ്രതി ചേർത്തത്. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ആഗ്രോ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന സഹകരണ സ്ഥാപനത്തിൽ നടന്ന ക്രമക്കേടിലാണ് കേസ്. വ്യാജരേഖ നിർമ്മാണം, ചതി, വഞ്ചന, ഗൂഢാലോചന, അഴിമതി എന്നീ കുറ്റങ്ങളാണ് രാഘവനുമേൽ ചുമത്തിയിരിക്കുന്നത്. കേസിൽ 1-ാം പ്രതിയായ MK രാഘവന് MP സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞു.
സഹകരണ രംഗത്തെക്കുറിച്ച് പോലും പൊതുസമൂഹത്തിന് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ വൻ വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. MP എന്നുള്ള നിലയിൽ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ തയ്യാറാവാതെ രാജിവെച്ച് ഒഴിയാൻ MK രാഘവൻ സന്നദ്ധത കാണിക്കണം. 2004-5 വർഷത്തെ ഓഡിറ്റിൽ കണ്ടെത്തിയ ഗുരുതര ക്രമക്കേടുകളാണ് പരാതിക്ക് ആധാരം. സഹകരണ നിയമം പാലിക്കാതെയും രജിസ്ട്രാറിൽ നിന്ന് അംഗീകാരം വാങ്ങാതെയും കൃത്രിമ രേഖ ചമച്ചുമാണ് വിവിധ ബാങ്കുകളെ കബളിപ്പിച്ചതെന്ന് സഹകരണ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. 2002 മുതൽ 2014 വരെ MK രാഘവനായിരുന്നു അഗ്രീൻകോ ചെയർമാൻ. 2004-ൽ അഗ്രീൻകോ റബ്ബർ ടെക്നോളജീസ് ലിമിറ്റഡും മലേഷ്യയിലെ കിസ്കെയറും ചേർന്ന് രൂപം നൽകിയ അഗ്രീൻ കെയർ ലാറ്റക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സോളാർ സ്ഥാപിക്കാൻ വ്യവസായിയായ ഡോക്ടർ TC മാത്യുവിൽ നിന്നും 1,05 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഇന്ന് വിധി പറയും. ബിജു രാധാകൃഷ്ണൻ, സരിത നായർ എന്നിവരാണ് കേസിലെ പ്രതികൾ. TC മാത്യു നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത്. സോളാർ പാനൽ സ്ഥാപിക്കാൻ തമിഴ്നാട് സർക്കാരുമായി കരാറുണ്ടാക്കുന്നതിന് ടീം സോളാർ റിവ്യൂ വമ്പിൾ എനർജി സൊല്യൂഷൻസ് എന്ന പേരിൽ തന്നെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ തുക നൽകിയെന്നാണ് കേസ്. കമ്പനിയുടെ ഡയറക്ടർമാരാണെന്ന് പറഞ്ഞ് ബിജു രാധാകൃഷ്ണൻ RB നായർ എന്ന പേരിലും സരിത ലക്ഷ്മി നായർ എന്ന പേരിലുമാണ് പരാതിക്കാരനെ സമീപിച്ചത്. വിവിധ ജില്ലകളിലെ സോളാർ ഉപകരണങ്ങളുടെ മൊത്ത വിതരണ അവകാശവും വാഗ്ദാനം ചെയ്തിട്ടാണ് 2013-ൽ തട്ടിപ്പ് നടത്തിയത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറന്നത്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ കനത്ത സുരക്ഷയാണ് സന്നിധാനത്ത് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി നെയ്വിളക്ക് തെളിച്ച് യോഗനിദ്രയിലായ അയ്യപ്പനെ തീർത്ഥാടക സാന്നിധ്യം അറിയിച്ചതോടെ സന്നിധാനം ശരണം വിളികളാൽ മുഖരിതമായി. തുടർന്ന് തന്ത്രി ഭക്തർക്ക് അഭിഷേക പ്രസാദം വിതരണം ചെയ്തു. നട തുറക്കുന്ന ദിവസമായ ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ പൂജകൾ ഒന്നുമില്ലായിരുന്നുവെങ്കിലും അയ്യപ്പ ദർശനത്തിനായി നിരവധി തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിച്ചേർന്നത്. അതേസമയം കുംഭമാസ പൂജാ സമയത്ത് യുവതികളെ സന്നിധാനത്ത് എത്തിക്കുമെന്ന് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പ്രഖ്യാപിച്ചിരുന്നു. യുവതികളെത്തിയാൽ തടയുമെന്ന് സംഘപരിവാർ സംഘടനകളും അറിയിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. സുരക്ഷയ്ക്കായി SP V അജിത്തിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാർ ഉൾപ്പെടെ 425 പോലീസുകാരെയാണ് സന്നിധാനത്ത് മാത്രമായി വിന്യസിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. കാപ്പുകെട്ടി ആറ്റുകാലമ്മയെ കുടിയിരുത്തിയതോടെയാണ് 10 ദിവസത്തെ ഉത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാസന്ധ്യയുടെ ഉദ്ഘാടനം പത്മശ്രീ ഭരത് മമ്മൂട്ടി നിർവഹിച്ചു. ഈ മാസം 20-നാണ് ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ജാമ്യഹർജിയിൽ കോടതി ഇന്ന് വാദം കേൾക്കാൻ ആരംഭിക്കും. ദില്ലി പട്യാല ഹൌസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മിഷേലിന്റെ ജാമ്യഹർജിയിൽ കോടതി ആവശ്യപ്രകാരം CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറുപടി സമർപ്പിച്ചിരുന്നു. ജാമ്യം അനുവദിക്കുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് മറുപടി. ഇന്നലെ കേസ് പരിഗണിക്കവേ മിഷേലിനെ കാണാൻ അഭിഭാഷക റോസ്മേരി പാട്രിസിന് കോടതി അനുമതി നൽകിയിരുന്നു. സാധാരണ സന്ദർശക എന്ന നിലയിലുള്ള സന്ദർശന അനുമതി മാത്രമായിരുന്നു ഇത്. ദില്ലിയിൽ തീപിടുത്തത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. ചേരാനല്ലൂർ സ്വദേശികളായ നളിനിയമ്മ, മക്കളായ ജയശ്രീ, വിദ്യാസാഗർ എന്നിവരുടെ മൃതദേഹമാണ് നാട്ടിലെത്തിക്കുക. എയർ ഇന്ത്യ വിമാനത്തിൽ രാവിലെയോടെ കൊച്ചിയിലെത്തിക്കും. ഇന്നലെ പുലർച്ചെയോടെയാണ് കരോൾ ബാഗിലെ അർപ്പിത പാലസിലുണ്ടായ തീപിടുത്തത്തിൽ 3 മലയാളികളടക്കം 17 പേർ മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു നളിനിയമ്മയും മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന 13-അംഗ സംഘം ദില്ലിയിലെത്തിയത്. വിവാഹത്തിന് ശേഷം വിനോദസഞ്ചാര മേഖലകൾ കണ്ട് 15-ന് മടങ്ങാനിരിക്കെയാണ് അപകടമുണ്ടായത്. മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടിയും വേഗത്തിലാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ഒരു പ്രസവത്തിൽ ലഭിച്ചത് 4 കൺമണികൾ. നിലയ്ക്കാതെ ലഭിച്ച ഭാഗ്യത്തിൽ മതിമറക്കുകയാണ് ഒരു കുടുംബം. കൊല്ലം ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ കൊച്ചുതുണ്ടിൽ വീട്ടിൽ അനഘ രതീഷ് ദമ്പതികൾക്കാണ് ഈ അപൂർവ ഭാഗ്യം. ഒരു കുഞ്ഞിനായി കാത്തിരുന്ന ദമ്പതികൾക്ക് ലഭിച്ചത് 4 പൊന്നോമനകൾ. 3 വർഷം മുൻപാണ് BSF ജവാനായ രതീഷും അനഘയും വിവാഹിതരാകുന്നത്.
ഭർത്താവിനൊപ്പം ജോലിസ്ഥലത്തായിരുന്ന അനഘ ഗർഭിണിയായതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസവം. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആർക്കും ഇരട്ടകൾ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് ചികിത്സയിലൂടെ ഒന്നും വന്ന കുഞ്ഞുങ്ങളല്ല. ഇതെല്ലാം ഞങ്ങൾക്ക് ഈശ്വരൻ തന്നതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി 4 മക്കളെ കിട്ടിയതിൽ. തങ്കക്കുടം പോലുള്ള 4 മക്കളെ ഞങ്ങൾക്ക് കിട്ടിയതിൽ. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ് കടിഞ്ഞൂൽ പ്രസവത്തിലൂടെ ഈ ദമ്പതികൾക്ക് ലഭിച്ചത്. അത്യപൂർവമായ ഭാഗ്യത്തിൽ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.